ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മളെന്തായാലും വീണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, ഇന്നെന്തായാലും ആണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ എന്തായാലും വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ, ഇന്നലെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു വെബ് സീരീസ് എപ്പിസോഡിൻ്റെ ഒരു ട്രെയിലറും നമ്മളെന്തായാലും അപ്ലോഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ആ ട്രെയിലറിന് കാണാത്തതുണ്ട് ഇപ്പോഴും പിന്നെ ആ ഒരു ട്രെയിലർ പോയി കാണാം. ആ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് എന്തായാലും നിങ്ങളെന്തായാലും പോയി ട്രെയിലർ കണ്ടിട്ടോ. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല പിടി കിട്ടും. ഓക്കെ, കുറേ പേര് എന്തായാലും കണ്ടിട്ട് എന്തായാലും ഉണ്ട്, പക്ഷേ കുറച്ച് പേരൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഷോർട്ടായിട്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ വെബ് സീരീസ് എപ്പിസോഡിൻ്റെ ഈ ഒരു ട്രെയിലർ അപ്ലോഡ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും അതെന്തായാലും പോയി കാണാം. ഓക്കെ, മെയിനായിട്ടുള്ള ഒഫീഷ്യൽ ട്രെയിലറാണ്, അത് നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് തന്നെ കണ്ടിട്ട് നമ്മളെ വീഡിയോ കാണാം. ഇന്നലെ 8 ഓക്കെ, കുറച്ച് പേര് നമ്മുടെ അല്ലാത്ത ഷോർട്സ് ഒന്നും കാണുന്നില്ല. കുറേ പേരെന്തായാലും അല്ലാതെ 2-3 ഷോർട്സൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ചിലതൊന്നും കുറേ പേരൊന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ല മാക്സിമം നമ്മുടെ വീഡിയോസും ഷോർട്സും എല്ലാവരും നല്ല കാണാം. ഒരു വീഡിയോ ഒരു ഷോർട്ടോ ഒന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യല്ലോ. ഓക്കെ, നിങ്ങൾ അപ്പോൾ തന്നെ എന്തായാലും നമ്മുടെ ഷോർട്സും വീഡിയോസും എല്ലാം തന്നെ എന്തായാലും കാണാം. പ്ലീസ് നിങ്ങൾ എന്തായാലും എല്ലാവരും എന്തായാലും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ കാണാം. അതേപോലെ തന്നെ ഷോർട്സൊക്കെ കാണാം. അതേപോലെ തന്നെ ആരെങ്കിലും ഉണ്ടോ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൊടുത്ത് എനേബിൾ ചെയ്താൽ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂട്ടുകാരുടെ അടുത്തൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോസുകളൊക്കെ എന്തായാലും ഷെയറുകളൊക്കെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെന്തായാലും അവസാനമായിട്ട് നമ്മുടെ വെബ് സീരീസ് വീഡിയോയിൽ നമ്മളാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ലാമറിൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അത് നമ്മളെന്തായാലും സെലിബ്രേറ്റ് ചെയ്ത് അവനൊരു അടിപൊളി ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലാൻഡ് റോവർ ഡിഫൻഡർ. ഓക്കെ, ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ടാസ്കൊക്കെ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ, ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെയർ ആയിട്ടുള്ള ഒരു സാധനം കിട്ടുന്നതാണ്. ഓക്കെ, അതൊക്കെ ആ ഒരു ട്രെയിലറിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും പോയി കാണാം. ഓക്കെ, അപ്പോൾ ആ സാധനം എന്താണെന്ന് സർപ്രൈസാണ്. ഓക്കെ, അതെന്തായാലും വീഡിയോയുടെ അവസാനം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മുടെ ടൊയോട്ട ഫോർച്യൂണർ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഗാരേജിലോട്ട് എന്തായാലും പോയിരുന്നു. ഓക്കെ, ഗാരേജിൽ പോയിട്ട് നമ്മുടെ ആ ഒരു ഫോർച്യൂണർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ ഫോർഡ് എൻഡവർ അങ്ങനെ നൈസായിട്ട് അങ്ങ് എടുത്ത്. ഓക്കെ, ഇത് നൈസ് വണ്ടിയാണ്. ഓക്കെ, ഞാൻ നൈസായിട്ട് ആ ഫോർച്യൂണർ അവിടെ ഇട്ടിട്ട് ഈ ഫോർഡ് എൻഡവർ എടുത്തു. ഓക്കെ, ഇത് കുറച്ച് ദിവസം എടുത്തിട്ട്. ഓക്കെ, ഫോർച്യൂണർ നൈസാണ്. ഓക്കെ, 2 നൈസാണ്. ഓക്കെ, പക്ഷെ എന്തോ എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ എന്തോ ഒരു ഇഷ്ടം പോലെ തോന്നി. അതുകൊണ്ട് ആ ഫോർച്യൂണർ അവിടെ ഇട്ടിട്ട് ഇതെടുത്തിട്ട് വന്നു. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആ ഫോർച്യൂണർ തന്നെ എടുക്കുന്നതാണ്. അത് നൈസ് വണ്ടിയാണ്. ഓക്കെ, ഇതും പൊളിയാണ്. ഓക്കെ, എന്നിട്ടാണ് ഞാൻ ഈ വണ്ടി കൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എന്തായാലും ഗൺ ഷോപ്പിൽ അതൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞിരുന്നത് ഇന്ന് നമ്മളെന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള വലിയൊരു ടാസ്ക്കാണ് നമ്മളെന്തായാലും ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു റെയർ സാധനം നമുക്ക് എന്തായാലും കിട്ടാനായിട്ട് പോവേണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ വെപ്പൺസുകളൊക്കെ വേണം. നമ്മളതിൽ വെപ്പൺസ് ഉണ്ട്, പക്ഷേ ഒരിക്കൽ യൂസ് ചെയ്ത വെപ്പൺ ഞാൻ അവനെ യൂസ് ചെയ്യാറില്ല. അതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വെപ്പൺസ് ആകണം. ഓക്കെ, ഞാൻ ഒരിക്കൽ യൂസ് ചെയ്യുന്ന വെപ്പൺസൊക്കെ കളക്ഷനിലൊക്കെ ഗൈസ്, അതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ടാസ്കും ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കെന്തായാലും ഒരു ട്രെയിനും കാര്യങ്ങളൊക്കെ എന്തായാലും ഹൈജാക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ, ആ ഒരു ട്രെയിനുകളൊക്കെ ഹൈജാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു സാധനവും കിട്ടുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകണം. ഓക്കെ, ബാക്കി പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കണേ നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ എന്തായാലും വിളിച്ചെന്തായാലും ചോദിക്കണം എങ്ങനെയാണ് ബാക്കി പ്ലാനൊക്കെ നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടി കൊണ്ടാണ് നമ്മളെന്തായാലും പോകണത്. ഓക്കെ, മിക്കവാറും ട്രെയിനെ ചേസ് ചെയ്ത് പിടിക്കേണ്ടതെന്നാലും വരും. ഓക്കെ, ലെസ്റ്ററിനോട് പ്ലാനും ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചോദിക്കുക. നമ്മളവിടെ വേണ്ട ഷിൻജാനോ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഷിൻജാനോ നമ്മളെ വിളിച്ചില്ല. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടമോ കാര്യങ്ങളൊക്കെ പറ്റുകയല്ല. എന്നാൽ അവിടെ ഷിൻജാനും കേസ് എന്തായാലും അപകടം പറ്റും. കാരണം വെച്ചാൽ വലിയൊരു സാഹസികമാണ് നമ്മളെന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിന് നല്ലതൊക്കെ കാണിക്കാനായിട്ട് പോകണം. ഓക്കെ, നമ്മളെന്തായാലും ട്രെയിനെ ചേസ് ചെയ്താണ് എന്തായാലും പിടിക്കാനായിട്ടാണ്. ചിലപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ട്രാക്ക് ചെയ്തായിട്ട് വരും. എന്നാൽ നമുക്ക് ഷിൻജാനെ കൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമല്ലോ. ഓക്കെ, അതുകൊണ്ട് അവനെ ഞാൻ വിളിച്ചില്ല, അവൻ വീട്ടിലാണ്. ഓക്കെ, നമുക്ക് അതല്ലാതെ അവനെ വേറെ സ്ഥലത്ത് വിളിച്ചാൽ വണ്ടി കാണിക്കാം. ഓക്കെ, ഏതാണ് വണ്ടി എന്ന് സർപ്രൈസാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ വിളിച്ച് നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ലെസ്റ്ററിനെ വിളിക്കുന്നുണ്ട്. എന്താണ് ഫോൺ എടുക്കാത്തത്? എടാ ഒന്ന് ഫോൺ എടുക്കടോ. ഫോണെ തിരിച്ചു വെച്ച് ഇയാളെന്താണ് ഫോൺ എടുക്കാത്തത്? എടുക്കടോ ലെസ്റ്ററെ, എടുക്കടോ. എടുത്ത്. എടാ ഫ്രാങ്ക്ലിന്, നീ ഞാൻ പറഞ്ഞ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് തയ്യാറായ? ആടാ ലെസ്റ്ററെ, ഞാൻ എല്ലാം ചെയ്തടാ. ഞാനാണ് ഇഷ്ടം പോലെ വെപ്പൺസ് ബാക്കി സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചത്. നീ പ്ലാൻ എന്താണെന്ന് പറ. ഞാനിവിടെ വണ്ടി കൊണ്ട് നിൽക്കുകയാണ്. പ്ലാൻ എന്താണെന്ന് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ ട്രെയിനൊക്കെ നിർത്തണ മറ്റേ റെയിൽവേ സ്റ്റേഷനില്ലേ, റെയിൽവേ സ്റ്റേഷനാണ് അവന് ജോലി. ഓക്കെ,
അപ്പോൾ നമുക്കാണെങ്കിൽ ഹൈജാക്ക് ചെയ്യേണ്ട ട്രെയിൻ ആണെങ്കിൽ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹൈജാക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ച് പരിപാടി ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ ക്യാഷ് കൊടുത്ത് ഞാനാണെങ്കിൽ ആ ഒരു ഏതാണ് സാധനം വരണ ആ ഒരു ട്രെയിനില്ലേ, ആ ഒരു ട്രെയിൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏതാണ് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് ആരും കാണാതെ എൻ്റെ എഞ്ചിന് പിടിപ്പിച്ചിട്ടുണ്ട്. അവനെ കൊണ്ട് പറഞ്ഞു ഞാൻ ഇഷ്ടം പോലെ പൈസ കൊടുത്തു. അവൻ ആദ്യം സമ്മതിച്ചില്ല, പക്ഷെ ഞാൻ ഇഷ്ടം പോലെ പൈസ കൊടുത്ത് ഞാൻ സമ്മതിച്ച്. കുഴപ്പമില്ല, നീ എൻ്റെ ഫ്രണ്ടല്ലേടാ, ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യണ്ടേ, എൻ്റെ പിന്നെ ഇഷ്ടം പോലെ പൈസയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവനെ വിട്ട് പറഞ്ഞ് ഞാനാണെങ്കിൽ ഫുള്ളായിട്ട് എല്ലാം സെറ്റാക്കി ഞാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് ആ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൽ പിടിപ്പിച്ച്. കാരണം എന്ന് വെച്ചാൽ നീ ഇപ്പം കാറിലല്ലേടാ പോണ, നിനക്ക് ബൈക്കിലായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഈസി ആയിട്ട് സ്റ്റിക്കി ബോംബിട്ട് അവിടെ വെച്ചാൽ ആ ട്രെയിനെ പൊട്ടിച്ച് നശിപ്പിച്ച് അങ്ങനെ ആക്സിഡൻ്റ് ആക്കരുത്, പാളം തെറ്റിച്ച്. പക്ഷേ നീ ഇപ്പോൾ കാറിലായതുകൊണ്ട് നിനക്ക് ഇച്ചിരി പാടായിരിക്കും, ചില കുറേ വളവ് തിരിവൊക്കെ പറഞ്ഞ ഏരിയയിലോട്ടാണ് ആ ട്രെയിൻ പോകണം. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നിനക്ക് അപകടം പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനെന്തായാലും ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഓക്കെ, ഇപ്പം ആ ഒരു ട്രെയിൻ നേരെ പോണേന്ന് വെച്ചാൽ ജപ്പാനിലോട്ടാണ്, അതായത് നമ്മുടെ ഷിൻജാൻ്റെ നാട്ടിലോട്ട്. ജപ്പാനിലൊരു വലിയൊരു മില്യണയർ സ്പെഷ്യലായിട്ട് ഇമ്പോർട്ട് ചെയ്തതാണ് ഈ ഒരു വണ്ടി. സത്യം പറഞ്ഞാൽ എന്തായാലും ഏതാണ് ഇന്ത്യയിൽ നിന്നാണ് വരണത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞത്, ഇന്ത്യയുടെ അങ്ങ് ബോർഡറിൽ നിന്നാണ് ഈ ഒരു വണ്ടി പറഞ്ഞത്. ഇന്ത്യയുടെ ബോർഡറിൽ നിന്ന് ഇതുവരെയായിട്ട് ഈ ട്രെയിൻ ഓടി 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 ഇപ്പം ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ് എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, ഇനി എല്ലാം നിൻ്റെ കയ്യിലാണ്. എടാ എങ്ങനെയെങ്കിലും ആ സാധനങ്ങൾ എടുക്കണേ, ഇഷ്ടം പോലെ പൈസ ഇറക്കിയാണ് സെറ്റ് ചെയ്താൽ. അതേപോലെ തന്നെ ഈ ഒരു ടാസ്ക് നീ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ആ സാധനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് തരണം. ആടാ ലെസ്റ്ററെ, അതൊക്കെ ഞാൻ തരുവടാ, ഞാൻ ഉറപ്പായിട്ട് ഒന്നല്ല രണ്ടെണ്ണമാണ് ഞാൻ തരാം. എനിക്ക് ഒന്ന് മതി, എനിക്കത് കണ്ടപ്പോൾ തന്നെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ടാസ്കും ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ എന്തായാലും ചെയ്യാനായിട്ട് എന്തായാലും പോവുകയാണ്. ഓക്കെ, ലെസ്റ്റർ പ്ലാനൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിച്ചു മാറ്റാൻ പോണ ആ ഒരു സാധനത്തിൽ നിന്ന് ഒരെണ്ണം നമ്മുടെ ലെസ്റ്ററിന് കൊടുക്കണം. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറയുമല്ലോ. ഓക്കെ, കുറേ പേർക്ക് അറിയായിരിക്കും നമ്മുടെ ആ ട്രെയിലർ കണ്ടവർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രെയിലറിനൊക്കെ പോയി കാണാം, എന്നാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതാണ്. ഞാൻ എന്തായാലും ഒരു ക്ലൂ തരാം, ഒരു വണ്ടിയാണ്. ഓക്കെ, അത് ഏതാണ് വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർപ്രൈസ് ആണ്. ഓക്കെ, അത് ഞാൻ പറയത്തില്ല. ഓക്കെ, അത് ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു ഏതാണ് ട്രെയിനുകളൊക്കെ ഹൈജാക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണാം. ഓക്കെ, ഒരു സർപ്രൈസ് ആണ്. ഓക്കെ, സർപ്രൈസ് അല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഗൈസ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അവിടെ കുറേ ട്രെയിനുകളൊക്കെ അടുക്കിയിട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും അല്ല, എൻ്റെ ബാക്ക് സൈഡിലാണ് കിടക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം ഗൈസ്. ഓക്കെ, ഇതൊന്നും അല്ല ട്രെയിൻ. ഓക്കെ, അതെന്ന് വെച്ചാൽ വലിയൊരു ട്രെയിനാണ്. ഓക്കെ, അതിലാണ് ആ ഒരു സാധനം കൊണ്ടുപോകണത്. ഓക്കെ, ആ ഒരു വണ്ടി. ഓക്കെ, അത് ഏതാണ് വണ്ടി എന്ന് പറയത്തില്ല, അത് സർപ്രൈസാണ്. ഓക്കെ, സസ്പെൻസ് അല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യും. ഇവിടെ വേണ്ട, നമുക്ക് നമ്മുടെ കമ്പനി ഇവിടെയാണ്, അവിടെ നിന്ന് പാർക്ക് ചെയ്യണ്ട. വല്ല പോലീസ് വല്ല കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കമ്പനി അടച്ചു കൂട്ടും, അതാണ്. ഓക്കെ, നമുക്ക് ഈ വില്ലേജിൻ്റെ ഇങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് ഈ വണ്ടി പാർക്ക് ചെയ്തിടാം. ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും ആ ഒരു ട്രെയിൻ എടുക്കട്ടെ. ഓക്കെ, ആ ട്രെയിൻ അവിടെ നിന്ന് കുറച്ചൊക്കെ വരണതേ ഉള്ളൂ. ഓക്കെ, അത് വന്ന് ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്ത് നേരെ പോണ പോലെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ ആ ട്രെയിൻ വരണമാണ്. ഓക്കെ ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മുടെ സംഭവങ്ങളൊക്കെ നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ട്രെയിനുകളൊക്കെ ആ ഒരു ഏരിയയിലേക്ക് എന്തായാലും വന്നിട്ട് അവിടെ നിന്ന് എന്തായാലും പെടച്ച് എന്തായാലും വിട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഞാനാണെങ്കിൽ വണ്ടി കയറാനായിട്ട് ഇച്ചിരി വൈകി എന്തായാലും പോയി. ആ ട്രെയിനാണെങ്കിൽ പെടച്ച് വിട്ടിട്ടുണ്ട്. ഓക്കെ, അത് എങ്ങോട്ട് പോയെന്ന് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല ഗൈസ്, അത്രയും സ്പീഡിലാര് ട്രെയിനുകളൊക്കെ പോയേക്കണം. എൻ്റെ മുന്നേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ടിട്ട് ഈ വണ്ടിക്ക് ഏത് നേരത്താന്ന് സ്കിഡായെന്ന് തോന്നിയേ. അയ്യോ ഒന്ന് പോവണ്ടി, എനിക്ക് എങ്ങനെയെങ്കിലും ആ ട്രെയിന് ഹൈജാക്ക് ചെയ്തേ പറ്റും, അല്ല ശരിയാവത്തില്ല. ഓക്കെ, ആ ട്രെയിനിൽ കംപ്ലീറ്റ് നിറച്ച് കാണാത്ത രീതിയിൽ ഫുള്ള് സ്റ്റിക്കി ബോംബ് ഇട്ടിരിക്കണം. ചുമ്മാ തന്നെ അടുത്ത് പോയി നോക്കിയിരുന്നു. ഓക്കെ, വണ്ടി കയറാൻ പറ്റിയില്ല കേസ് അപ്പോഴും. ഓക്കെ, ഏവൻ്റെ കൂടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നേ, അതുകൊണ്ട് ടൈം പോയി ആ ട്രെയിനാണെങ്കിൽ പിടച്ചുവിടുകയും ചെയ്തു. ഓക്കെ, പോണ വഴിക്കാണ് അവനെ വണ്ടി ചെറുതായിട്ട് ഒരു സൈഡ് തട്ടി ഇങ്ങനെ നിന്നു, അവിടെ നിന്നൊക്കെ ബാക്ക് എടുത്തപ്പോൾ ആ ട്രെയിൻ പിടച്ചങ്ങ് വിട്ടു. ഓക്കെ, അതാണ് ഫ്രണ്ടിൽ പോണൊക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ എൻ്റെ ഇതൊക്കെ പുല്ലാണ്. ഓക്കെ, ഇതൊക്കെ ഈസി ആയിട്ട് ഓരോ വണ്ടികളൊക്കെ വെച്ച് ചേസ് ചെയ്ത് പിടിക്കാനായിട്ട് എന്നാലും പറ്റുന്നതാണ്. അപ്പുറത്തൂടെ പോകണതാണ് നമ്മുടെ ട്രെയിനൊക്കെ നമുക്ക് ഹൈജാക്ക് ചെയ്യാനാണ്. ഓക്കെ, ഇത് തന്നെയാണ് കേസൊക്കെ, ഈ ഒരു റെഡ് ട്രെയിനിലാണ് പോണത്. ഓക്കെ, ഇതേപോലത്തെ ഒരു ട്രെയിനായിരുന്നു നേരത്തെ കിടന്നത്, അതൊക്കെ പോയിട്ട് ഒരു മണിക്കൂറായി. ഓക്കെ,
നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ട്രെയിൻ വന്നത്. ഓക്കെ, ഇതാണെങ്കിൽ നമുക്ക് പൊട്ടിക്കണം ഇച്ചിരി പണിയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഫസ്റ്റ് എന്തായാലും ഇതിനെ ഒന്ന് പിടിക്കാം കേസ് എങ്ങനെയെങ്കിലും. ഓക്കെ, ഇത് ഒരുവിധം ഒന്ന് ഏതാണ് ഇതിൻ്റെ ഒന്ന് ബ്ലോക്ക് ഇട്ട് വെച്ചിരുന്നെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കുകയെങ്കിലും ഒന്ന് ചെയ്താലാണ് ഞാൻ നോക്കണത്. ഓക്കെ, എന്തായാലും ഈ സ്റ്റിക്കി ബോംബുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ എന്തായാലും വിളിച്ചെന്തായാലും പറയണം കേസ്. ഓക്കെ, ലെസ്റ്ററിനെ ഇതെന്തായാലും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ലെസ്റ്ററിൻ്റെയിലാണ് ഈ ഒരു സാധനം ആക്ടിവേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട റിമോട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ഉള്ളത്. മറ്റേ അയാളുകളൊക്കെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിമോട്ടുകളൊക്കെ ലെസ്റ്ററിനെ കൊടുത്തു. ഓക്കെ, ലെസ്റ്ററിൻ്റെയിലാണ് ഇതിൻ്റെ റിമോട്ടോ ഈ സാധനം ആക്ടിവേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സ്റ്റിക്കി ബോംബ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്തായാലും ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിറച്ച് സ്റ്റിക്കി ബോംബാണ്. നമുക്കൊരു ഐഡിയ ചെയ്യും. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു ട്രെയിനുകളൊക്കെ നമ്മളെന്തായാലും ഓവർടേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടോ. നമുക്ക് ഒന്നും നോക്കണ്ട, നേരെ പെടച്ചങ്ങ് വിടാം. ഓക്കെ, ആ ട്രെയിനുകൾക്ക് നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. നമുക്ക് നല്ല ഫ്രണ്ടിലോട്ട് എന്തായാലും പോയി എന്നിട്ട് നമുക്ക് എന്തായാലും ലെസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം. ഓക്കെ, എന്തായാലും ലെസ്റ്ററിനെ വിളിച്ചു പറയുമ്പോൾ പുള്ളിയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് തരും. നമ്മളും കൂടെ പ്രസ് ചെയ്താലേ ഈ ഒരു ബോംബുകളൊക്കെ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനത്തെ എന്തോ സെറ്റപ്പ് ഉള്ള ഒരു സാധനവും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കൊരു കാണിച്ചാൽ അഥവാ ആ ട്രെയിൻ നിന്നില്ലെങ്കിലാണ്ട് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നൈസായിട്ട് പാളത്തി എടുത്തിടാം. ഓക്കെ, കുറച്ചുകൂടെ ഫ്രണ്ടിലെടുത്തിടാം കേസ്. ഓക്കെ, കാരണം വെച്ചാൽ ആ ട്രെയിൻ അവിടെ നിന്ന് നല്ല സ്പീഡിലാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എന്നാലും പോയി ഇത് മിക്കവാറും പോയി നമ്മുടെ ജുറാസി പാർക്കത്തെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഷിൻജാനെങ്ങാനും കൊണ്ടുതന്നെ തീർന്നേനെ. ഓക്കെ, ഈ ട്രെയിൻ നിൽക്കുമോ തന്നെ കണ്ടിട്ട് തോന്നല, അത്രയും വെയിറ്റ് ഉള്ള ട്രെയിനാണ് കേട്ടോ. നമ്മൾ ജുറാസി പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഏകദേശം ആ ബീച്ചിൻ്റെ ആ സൈഡ് എത്താറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാറായിട്ടുണ്ട്. ഓക്കെ, ഏകദേശം. ഓക്കെ, ഓക്കെ, നമുക്കെന്തായാലും കാര്യങ്ങൾ ചെയ്യാം. നമുക്കെന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ ഈ വണ്ടി ഏത് നേരത്താന്നും അറിയാൻ തോന്നി. നൈസായിട്ട് പണിപ്പാളി കേസ് നമ്മുടെ വണ്ടി നൈസായിട്ട് മറിഞ്ഞു. എൻ്റെ മോനെ, ഇതെന്ത് സാധനമാണ് അതോ നമ്മുടെ ഈ ഒരു വണ്ടി കേസ് മറിഞ്ഞു. ഓക്കെ, എൻ്റെ അമ്പോ നമ്മുടെ വണ്ടി ഇതാണ്ട് വെള്ളത്തിൽ പോയി. ഇതെന്താണ് സീൻ? ആ ട്രെയിൻ പിന്നെ മിസ്സാവുന്നതാണ് കണ്ടിട്ട്. ഒന്ന് വണ്ടി. ഓക്കെ, വണ്ടി പൊളിഞ്ഞൊരു പരിവായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല കേസ്. ഓക്കെ, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, കുറേ ആഗ്രഹിച്ച് എടുത്തൊരു വണ്ടിയൊക്കെയാണ്. ഓക്കെ, ട്രെയിൻ അവിടെ നിന്ന് വരാണ്. പക്ഷെ എന്ത് കഷ്ടമാണിത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴൊക്കെയാണ് അതിന് 100 ഓട്ട കുഴപ്പങ്ങൾ. ഓക്കെ, എന്തായാലും ലെസ്റ്റർ ആണെങ്കിൽ ലെസ്റ്ററിൻ്റെ കയ്യിലുള്ള ഒരു റിമോട്ട് ഉണ്ട്. ഓക്കെ, അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലാണ് ഈ ഒരു സംഭവം വരും. നമ്മളുടെ ഫോണിൽ ആ ഒരു സംഭവം പ്രസ് ചെയ്താൽ ആ സാധനം ഓണാകത്തുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അതെന്താണ് സംഭവം എന്ന് അറിയണം. മിക്കവാറും ഇത് പ്രസ് ചെയ്തുള്ള സമയം ഫുള്ള് കളയാൻ തോന്നുന്നു. ആ ട്രെയിൻ ഏകദേശം അത്യാവശ്യം നല്ല പുറകിലോട്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടിയും കൂടെ എന്തായാലും ഇവിടെ എടുത്തങ്ങ് ഇടാൻ കേസ്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി എടുത്തങ്ങ് നമുക്ക് ഈ ഒരു പാളത്തി എടുത്തങ്ങ് ഇടാൻ കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിനോടെ കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം കേസ്. ഓക്കെ, ഓക്കെ, നമ്മളെന്തായാലും വിളിച്ചിട്ടുണ്ട്. എടാ ലെസ്റ്ററെ ഓണാക്കണ, ആ ഒരു ട്രെയിൻ എത്തിയടാ. ഓടാ ഞാൻ ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്യാം. നീ അത് എടുത്തു പോയി. ആടാ എടാ ഞാൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വേണം. 3, 2, 1 ഗോ. എൻ്റെ മോനെ, അത് ഫുള്ള് പൊട്ടി തെറിച്ചേക്കാണ്. എൻ്റെ മോനെ. 2000 years later. ഓക്കെ ഗായ്സ്, നമ്മുടെ ടാസ്കും ബാക്കിയുള്ള പ്ലാൻ എല്ലാം ഫുള്ളായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഗൈസ് ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മളവിടെ ട്രാക്ക് ഇട്ട് ആ ടൈമിലാണ് എന്തായാലും നമ്മുടെ ലെസ്റ്റർ ആ ബട്ടൺ വിധിക്കിയപ്പോൾ നമ്മളും എന്തായാലും ഫോണിൽ ബട്ടൺ വിധിക്കിയപ്പോൾ ആ ഒരു ട്രെയിനുകളൊക്കെ പൊട്ടിത്തെറിച്ചത്. ഓക്കെ, ആ ട്രെയിൻ പൊട്ടിത്തെറിച്ചപ്പോൾ അതിൻ്റെ ബോംബ് വന്ന് നമ്മുടെ വണ്ടിയുടെ ബോഡി വീണ് നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് പൊട്ടിത്തെറിച്ച് അത് കംപ്ലീറ്റ് ബ്ലാസ്റ്റായി പോയിട്ടുണ്ട്. ഇനി ആ വണ്ടി എന്ത് ചെയ്യുന്നൊരു ഐഡിയ തന്നെയല്ലേ ഗൈസ്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും തന്നെയല്ലേ ഗൈസ്. ആ വണ്ടി ഫുള്ള് പൊളിഞ്ഞ് പണ്ടാറടങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, അതവിടെ സൈഡിൽ നിന്നോ കിടക്കണം, അത് കംപ്ലീറ്റ് കത്തിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഏത് നേരത്താന്ന് എനിക്ക് ചെയ്യാൻ തോന്നിയത്. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ആ ഒരു ബോംബ് 2 എണ്ണം ഇട്ടൊക്കെ കഴിഞ്ഞ് തന്നെ ഏകദേശം ട്രെയിനിൻ്റെ എൻജിൻ്റെ പകുതിയോളം എന്തായാലും ഡാമേജ് ആയി പോകുന്നതാണ്. ഈ സാധനം നിന്നില്ലെങ്കിലാന്ന് വിചാരിച്ചാൽ വണ്ടി കൂടെ എടുത്ത് ട്രാക്ക് കിട്ടും. കുറച്ച് ഡിഫറൻസ് വെച്ചാൽ പൊട്ടിത്തെറിച്ചിട്ട് കൊണ്ട് ഇടിച്ചിരുന്നെങ്കിൽ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു പോയാൽ ചെയ്യായിരുന്നു. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ വണ്ടി പൊട്ടിത്തെറിച്ചിട്ടാണ്. ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണം. നമ്മൾ കുറേ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. പക്ഷെ നമുക്കിത് കിട്ടിയ വണ്ടിയാണെങ്കിൽ നമ്മുടെ ആ ഒരു റേസറിൻ്റെ കാറില്ലേ ഇത് അതാണ്. ഓക്കെ, ആ വണ്ടി പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, അതിന് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ ഒരു ട്രെയിൻ ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് പക്ഷേ പാളം തെറ്റിയൊന്നുമില്ല. എൻ്റെ പൊന്നെ, നമ്മുടെ വണ്ടി ഇടിച്ച് നശിപ്പിച്ചിട്ട് ഈ തേങ്ങ തന്നെ പാളം തെറ്റിയില്ല. ഓക്കെ, ലെസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും വിളിച്ചെന്തായാലും പറയാം. ഓക്കെ,
എടാ ഫ്രാങ്ക്ലിനെ നീ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു ട്രെയിൻ നിന്നാ ഓടാ ആ ട്രെയിനൊക്കെ നിന്നടാ. ആ ട്രെയിനാണെങ്കിൽ പാളം പോലും തെറ്റിയില്ല, അല്ലാതെ തന്നെ എൻ്റെ എൻജിൻ ഡാമേജ് ആയാൽ നിന്നടാ. അല്ല എന്താടാ നിനക്കൊരു വിഷമം പോലെ? എടാ നീ ആഘോഷിക്കടാ, നമുക്ക് അടിപൊളിയായിട്ടുള്ള റെയർ സാധനമാണ് കിട്ടാൻ പോണം. ആഘോഷിക്കടാ, നീ എന്താടാ ഒരു വിഷമം പോലെ? എന്തെങ്കിലും പറ്റിയാ നിനക്ക്? ഒന്നുമില്ലടേ, നീയാണെങ്കിൽ ബോംബ് ആക്ടിവേറ്റ് ചെയ്തല്ലോ, അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള ആ ഒരു ബോംബ് കൂടെ ആക്ടിവേറ്റ് അല്ല. അപ്പോൾ ആ സ്റ്റിക്കി ബോംബ് പൊട്ടിത്തെറിച്ച സമയത്ത് അതിൻ്റെ ഒരു സ്റ്റിക്കി ബോംബ് എൻ്റെ വണ്ടി കൊണ്ടു തെറിച്ച് അതും കൂടെ പൊട്ടിത്തെറിച്ച്. അല്ല അതിൻ്റെ വണ്ടി നീങ്ങി കിടക്കണ വണ്ടിയല്ല, അതെങ്ങനെയാണ് പൊട്ടിത്തെറിച്ച്? എടാ ഈ ട്രെയിൻ എങ്ങാനും അഥവാ നിന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ വണ്ടിയുടെ അടുത്ത് ട്രാക്കിലെടുത്തിട്ട. പക്ഷെ അതിപ്പോൾ ആകെ കുഴപ്പമായി, എൻ്റെ വണ്ടി പൊട്ടിത്തെറിച്ച്. എടാ നീ ഒരു പൊട്ടൻ തന്നെടാ ഫ്രാങ്ക്ലിന്, നീ ഒരു മരം മണ്ട തന്നെ. എടാ വണ്ടിയൊക്കെ എന്തിനാണ് എടുത്തിടണം? അതിൻ്റെ ഒരു 2-3 ബോംബ് പൊട്ടുമ്പോൾ എഞ്ചിൻ്റെ പകുതിയൊക്കെ ഡാമേജ് ആയി പോകും. പിന്നെ അതെങ്ങനെ അത് ഓഫാവാതിരിക്കും? ഓഫാണ് മീൻസ് ആ എഞ്ചിൻ എങ്ങനെ ഡാമേജ് ആവാതിരിക്കും? നീ ഇത്രയും പൊട്ടനായി പോയല്ലോ. അല്ല അതിൻ്റെ ഏത് വണ്ടിയാണ് കത്തി ഫുള്ളായിട്ട് പൊട്ടിത്തെറിച്ച് ബ്ലാസ്റ്റായ? എടാ അതെന്ന് വെച്ചാൽ എൻ്റെ ഫോർഡ് എൻഡവർ ആയിരുന്നു, വല്ല കാറായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ കാറ് മോഡിഫൈഡ് ആണ്. അത് മാത്രമല്ല അത് ഇച്ചിരി റെയറാണ്, ചില ഷോറൂമുകൾക്കൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിൻ്റെ വണ്ടി പോയല്ലോടാ. കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാൻ പറ്റുമോ നോക്കാം. നീ വിഷമിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, മറ്റേ സാധനം എടുത്ത് ഫുള്ളായിട്ട് എടുക്ക്. എന്നിട്ട് നമ്മുടെ ഓഡിയൻസില്ല, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം, അവർക്കൊക്കെ ആ സാധനം എന്താണെന്ന് കാണിച്ചോടാ. അവരൊക്കെ വെയിറ്റ് ചെയ്യണമായിരിക്കും. ആടാ ലെസ്റ്ററെ, അത് ചെയ്യാൻ പോണടാ, വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ ലെസ്റ്ററുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനിയാണ് കേസ് നിങ്ങളെല്ലാവരും കാണാനായിട്ട് പോണ സംഭവം. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ കുറച്ച് സ്റ്റിക്കി ബോംബുണ്ട്, അതും കൂടെ എടുത്താൽ എറിയാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും അതും കൂടെ ഒക്കെ എടുത്തെറിയും. ഓക്കെ, ഈ ട്രെയിനിൻ്റെ കൂടെ എനിക്ക് നല്ല ദേഷ്യമുണ്ട്, ഈ സാധനം കാരണമാണ് എൻ്റെ കാറ് പൊട്ടിത്തെറിച്ചത്. ഓക്കെ, ആഗ്രഹിച്ച് കിട്ടിയ വണ്ടി എന്ന് പറയുന്നത്. പക്ഷെ അത് എൻ്റെ അല്ല, ആ റേസറിൻ്റെ ആണ്. ഓക്കെ, എവൻ്റെയും ശരി, അത് കാറല്ലേ കേസ്, അതാണ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ നൈസായിട്ടൊക്കെ പൊട്ടിക്കാം കേസ്. ഓക്കെ, തുറക്കുമെന്നാണ് ഞാൻ വിചാരിക്കണം. എന്തായാലും പൊട്ടിച്ചു നോക്കാം, ചിലപ്പോൾ തുറക്കുമായിരിക്കും. ഓക്കെ, എൻ്റെ ആകുമ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ, തോന്നണം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ സാധനവും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ എടുത്തേക്കാണ്. ഇത്രയും നേരമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത സാധനം ഫൈനലി അങ്ങനെ ഇപ്പം ഞാൻ എന്തായാലും റിവീൽ ചെയ്യാനായിട്ട് വേണം. കുറേ പേർക്കൊക്കെ അറിയാം ഓക്കെ എന്താണ് സംഭവം എന്നൊക്കെ. ഇപ്പോൾ ട്രെയിലർ കണ്ടവർക്ക് എന്തായാലും അറിയാം. ഓക്കെ, ബാക്കിയുള്ളൊരു ട്രെയിലർ ഞങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞാൻ കാണിക്കാനായിട്ടാണ്. ഒരു അടിപ്പ സാധനമാണ്, റെയർ സാധനമാണ്. ഓക്കെ, ഒരു കാറാണ്. ഓക്കെ, ഒരു കാറല്ല 4 കാറാണ്. ഓക്കെ, അതേതാണ് കാറ് നിങ്ങളെന്തായാലും ഇപ്പോൾ കാണാനായിട്ട് എന്നാലും പോവേണം. ഓക്കെ, അപ്പം ഞാൻ അതെന്തായാലും റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. 3, 2, 1, 0. യെസ് ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടികളെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ കൊണ്ടുവന്നേക്കണ വണ്ടി എന്ന് വെച്ചാൽ മഹീന്ദ്ര താർ റോക്സ് ആണ്. അതായത് നമ്മുടെ മഹീന്ദ്ര താറിൻ്റെ 5 ഡോറില്ല, അതാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ താറിൻ്റെ 2 ഡോർ അല്ല 3 ഡോറാണുള്ളത്. ഓക്കെ, 3 ഡോർ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 2 ഡോറ് അതൊക്കെ ഉള്ള ഒരു മോഡലാണ് 3 ഡോർ. ഓക്കെ, പക്ഷേ ഇതങ്ങനെയല്ല, ഇത് 5 ഡോറാണ്. എന്ന് വെച്ചാൽ ഇതിൽ 4 ഡോറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അതൊരു കാണാനായിട്ട് അടിപ്പ ലുക്കാണ്. ഓക്കെ, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ വ്യത്യാസങ്ങളും ഞങ്ങൾക്ക് ഉണ്ട്. ബാക്കൊക്കെ കംപ്ലീറ്റ്ലി ഉണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു സീറ്റ് ഷേപ്പിലുള്ള ഒരു ലൈറ്റ് നമ്മുടെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സി ഷേപ്പിലുള്ള ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വണ്ടി കൊടുത്തതാണ്. അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ ഉണ്ട്, വണ്ടിയുടെ ബോഡിയുടെ കളറിനനുസരിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ വണ്ടിയുടെ വീതിയെ കൂട്ടിയിട്ടുണ്ട്, ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ചേഞ്ച് ചെയ്ത്. പിന്നെ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ്, മറ്റേ ഹാൻഡിലല്ല, അതാണ്. ഓക്കെ, പിന്നെ ഹാൻഡിലും ഉണ്ട്, നമ്മുടെ ഈ ഒരു ബാക്ക് ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഹാൻഡിൽ പറഞ്ഞത്. സ്റ്റെപ്പിനി കളൊക്കെ ഉണ്ട്, അലോയ്സാണ് നൈസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്ന സർപ്രൈസ്. ഓക്കെ, ഈ 4 വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ എൻഡോർ ബലി കൊടുത്തത് ഗൈസ്. ഓക്കെ, സീല ശരിയാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, ആ വണ്ടി ഫുള്ള് കരിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, കത്തി ഫുള്ള് ബ്ലാസ്റ്റായി പോയിട്ടുണ്ട്. ശരിയാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഈ വണ്ടി ഇത്ര എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വണ്ടി ബലി കൊടുത്തത് ഗൈസ്. ഓക്കെ, ബലി കൊടുത്തത്. ഓക്കെ, എന്താ ചെയ്യാനാണ് ഗൈസ്. ഓക്കെ, എല്ലാത്തിനും കാരണം ഈ ട്രെയിനാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാൻ പറ്റുമായിരിക്കും. നമ്മുടെ കയ്യിലുള്ള വണ്ടികളെന്ന് വെച്ചാൽ ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, റെഡ്. ഓക്കെ, ഇത് 3 നമ്മളെന്തായാലും സ്റ്റീൽ ചെയ്തെടുത്തത്. ഓക്കെ, അതും ഈ ട്രെയിനിൽ നിന്ന്. ഓക്കെ, ട്രെയിൻ ഹൈജാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും പാടുണ്ടാകും ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബ്ലൂ എടുത്ത് നോക്കാം. ഓക്കെ, എല്ലാ കളർ വേരിയൻറ്റും കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല രസമാണെന്ന് തോന്നുന്നു.
ഇൻറ്റീരിയറുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഒരു അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇൻഫോർട്ടൈൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ മേളിൽ കണ്ട സൺറൂഫ് ഉണ്ടൊക്കെ നമ്മുടെ താറിൻ്റെ 3 ഡോറില്ലേ നോർമൽ വെർഷൻ, അതിലാണെങ്കിൽ സൺറൂഫും തന്നെ ഇല്ല. ഓക്കെ, ഇത് പിന്നെ നൈസ് വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ എൻഡവർ എവിടെയാണ്, അത് എവിടെയോ പൊട്ടിത്തെറിച്ച് കത്തിക്കരിഞ്ഞ് എവിടെയോ കിടക്കണം തുടങ്ങി. നൈസ് വണ്ടി എന്ന് വെച്ചാൽ നൈസ് വണ്ടിയാണ്, ഭയങ്കര അടിപൊളി കൺട്രോളൊക്കെയാണ്. ഓക്കെ ഓക്കെ, ഭയങ്കര രസമാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എന്തായാലും പറത്തി എന്തായാലും എടുക്കാം. ഓക്കെ, നമ്മുടെ ബാക്കി വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്താം. ഓക്കെ, എൻ്റെ മോനെ നൈസ് വണ്ടിയാണ്. നമ്മുടെ ഷിൻചാനെ വണ്ടി കാണിക്കണം. ഓക്കെ, അപ്പോൾ അവൻ കൂടുതൽ ഹാപ്പി ആവും. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പേഴ്സണലായിട്ട് എടുക്കണം, ഏതെടുക്കണമെന്നാണ് ആലോചിക്കണം. ഓക്കെ, നമ്മുടെ കയ്യിൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഉള്ളത് താറാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, നമുക്കെന്തായാലും ഏത് കളർ എടുക്കണം, നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, നമുക്കാണെങ്കിൽ ഇല്ലേ റെഡ് എടുക്കാം. ഓക്കെ, റെഡ് കാണാനായിട്ട് കുറച്ചുകൂടെ നൈസായിട്ടുണ്ട്. ഓക്കെ, ബ്ലൂ കൊള്ളാം, പക്ഷേ എനിക്ക് 2 കളർ ഇഷ്ടമുണ്ട്, ഈ ബ്ലൂ റെഡ്. ഓക്കെ, വൈറ്റും ബ്ലാക്കും നൈസാണ്, പക്ഷേ ബ്ലാക്ക് അവളെല്ലാം ഉണ്ട് മറ്റേ 3 ഡോർ. ഓക്കെ, വൈറ്റൊക്കെ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 2 എടുത്താലാ, എന്ത് പറയുന്നു? ഒരു കാര്യം ചെയ്ത് നമുക്ക് 2 എടുക്കാം, ഈ ബ്ലൂ റെഡും എടുക്കാം. എനിക്ക് 2 കളർ നല്ല ഇഷ്ടപ്പെട്ടു. വൈറ്റ് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം, നമുക്ക് ഈ ബ്ലൂ റെഡും എടുക്കാം. ഓക്കെ, വൈറ്റ് ഒരു കാര്യം ചെയ്യാം, വൈറ്റ് നമ്മുടെ ഗാരേജിൽ എങ്ങാനും കൊണ്ടിടാം. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി നമുക്ക് ഇപ്പം വിൽക്കട്ടെ, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ വണ്ടി വിൽക്കാം. കാരണം വെച്ചാൽ ഇപ്പം ഈ വണ്ടി കുറച്ച് പേരൊന്നും സത്യം പറയാൻ റിയലായിട്ട് അറിഞ്ഞിട്ടില്ല ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തവര്, താറിൻ്റെ ഈ ഒരു 5 ഡോർ. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഇത് അറിഞ്ഞിട്ട് നമുക്ക് നല്ല പൈസയ്ക്ക് നമുക്ക് ഈ വണ്ടി വിൽക്കാം. ഓക്കെ, പിന്നെ ഇതിൽ ഒരു വണ്ടിക്ക് നമുക്ക് ഒരു വണ്ടി ലെസ്റ്ററിന് കൊടുക്കണം. നമുക്ക് ഏത് കൊടുക്കാം? നമുക്ക് ബ്ലാക്ക് കൊടുക്കാം, ലെസ്റ്ററിന്. ഓക്കെ, ഇത് ലെസ്റ്ററിനാണ്. ഈ ബ്ലാക്ക് ലെസ്റ്ററിനാണ്. ലെസ്റ്ററിന് എന്തെങ്കിലും കൊടുക്കണം, പുള്ളി കുറേ പൈസ ഇറക്കിയാണ് ഈ ട്രെയിനിൽ ബോംബ് സെറ്റ് ചെയ്ത്. ഓക്കെ 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 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എന്നാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ്, വെബ് സീരീസ് വീഡിയോ ആണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തോണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഞാൻ ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഷെയർ ചെയ്യുക, ഇപ്പോഴും തന്നെ പോയി എല്ലാം ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടത് ഞാൻ വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.